ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ച ശുദ്ധമായ ഒരു ആദർശമുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞ, ഒരുപോലെ പ്രഖ്യാപിച്ച മഹത്തായ ഒരു ആദർശമുണ്ട്. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകനിലേക്ക് വഹി കൊടുത്തിട്ടല്ലാതെ, ബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്കകിലും ബോധനം നൽകപ്പെട്ട മഹത്തായ ആ കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധ്യനില്ല. ആയതിനാൽ ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാനപരമായ സന്ദേശം. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എവിടെയെല്ലാം മനുഷ്യരുണ്ടോ, മനുഷ്യ സമൂഹങ്ങളുണ്ടോ, അവിടെയെല്ലാം ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ആ ദൂതന്മാർ ആ ജനങ്ങളോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നാണ്. വജ്തനിബുത് താഗൂത്ത്, ദൈവേതര ദുർമൂർത്തികളെ നിങ്ങൾ കൈയൊഴിയണമെന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹത്തായ ആദർശം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മനുഷ്യ, അറിയണേ, മനസ്സിലാക്കണേ, പഠിക്കണേ, നിശ്ചയമായും കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യൻ ഇല്ലെന്നതാണ്. മാത്രമല്ല, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഖൗല്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണെന്ന് പ്രവാചകൻ പറഞ്ഞ ആ കലിമത്തു തൗഹീദിനെ പോലും ഇവർ മാറ്റിമറിച്ചു. പൗരോഹിത്യം ചെറിയ വിനയൊന്നുമല്ല സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തിനെ പോലും മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, അതിനെ മാറ്റിമറിച്ചതിന് ഷോട്ടുണ്ടാക്കി എന്നുള്ളതാണ്. ഷോട്ടാക്കി. ഈ കാര്യം ഞാൻ ഒരു ആരോപണമായി പറയുന്നില്ല, നേരെ മറിച്ച് അതിനെക്കുറിച്ച് ഒരു പുരോഹിതൻ തന്നെ വിശദീകരിക്കട്ടെ. ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാകുന്നു. അതിനേക്കാൾ വലിയൊരു മഹത് വചനമില്ല, അതിനേക്കാൾ വലിയൊരു ദിക്റുള്ള സത്യം തന്നെയാണ് ആ ദിക്ർ. നമ്മൾ ചൊല്ലുമ്പോ കൂട്ടത്തിൽ ഈ ദിക്ർ ചെല്ലാറുണ്ട്. അല്ല, കുറെ ദിക്ർ കോഡ് ഭാഷ, ചില കോഡ് ഭാഷയുള്ള ദിക്റല്ല, ഷോർട്ട് ദിക്റുകൾ. അപ്പോ ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിച്ച്, ഇതെന്താ ഇങ്ങനെ ദിക്റില്ലേ, സലാത്തിന്റെ, ഖുർആനിലെ, പിന്നെ ഹാ ഹൂ ഹി ഹി ഹൂ, അങ്ങനെയൊക്കെ ചില ഭാഷ, ആർക്കും തിരിയാത്ത ഭാഷ. പക്ഷേ അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും വലിയ വലിയ ഉദ്ദേശങ്ങളും വലിയ വലിയ മർത്തബകളുമുണ്ട് എന്ന് ആധുനിക ലോകത്ത് വെച്ച് നമുക്ക് ആരുടെ മുമ്പിലും ആണത്തരത്തോടെ പറയാൻ പറ്റും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ ഇസ്ലാം മതം. ഇസ്ലാം മതമല്ലാത്തൊരു സുന്നത്ത് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ഇസ്ലാമില്ല, വേറൊന്നുമില്ല. ഇസ്ലാം മുഴുവൻ സുന്നത്ത് ജമാഅത്താണ്, സുന്നത്ത് ജമാഅത്ത് മുഴുവൻ ഇസ്ലാമാണ്, വേറൊന്നും ഇല്ല. അപ്പോ ആ ദിക്റും ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നൊക്കെ പറഞ്ഞ ദിക്ർ അത് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ, വലിയ വലിയ ഡിഗ്രികളിലേക്ക് എത്തപ്പെടാനുള്ള ദിക്റായിരുന്നു. കാരണം ഇപ്പോ ഇന്റർനെറ്റ് യുഗം വന്നപ്പോ ഓരോരുത്തരെയും പരിചയപ്പെടണമെങ്കിൽ ഓരോരോ വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരാളെ പറ്റി നമുക്ക് പറയണോ? നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കണക്ഷൻ ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റില് അയാളുടെ വെബ്സൈറ്റിൽ പോയിട്ട് അയാളുടെ വെബ്സൈറ്റ് അടിച്ചാൽ ഓണായാൽ അയാളുടെ ഫുൾ ഡീറ്റെയിൽസും കുടുംബം, ബന്ധും, അയാൾ എവിടൊക്കെ എന്തൊക്കെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കടക്കണമെങ്കിൽ, അയാളുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന് ചില പ്രത്യേകമായ കോഡുണ്ട്. www. അയാളുടെ സീക്രട്ട് കോഡും കൂടി അടിക്കണം, എന്നാൽ അയാളുടെ വെബ്സൈറ്റ് തുറക്കും. അങ്ങനെയുണ്ട്. എന്നപോലെ നമ്മളിപ്പോ ശരീരത്തിൽ നിൽക്കുന്ന നമ്മള് ഔലിയാഹിന്റെ ലോകമായിരിക്കുന്ന തരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്, മുശാഹദ, മുറാഖബ തുടങ്ങിയ
അള്ളാഹുമായി അടുക്കുന്ന ഇഷ്ടദാസന്മാർക്ക് അള്ള കൊടുക്കുന്ന പ്രത്യേകമായ ചില ഡിഗ്രികൾ, ചില സ്ഥാനങ്ങൾ, ചില മർത്തബകളും ചില പദവികൾ, അവിടേക്ക് കയറി ചെല്ലാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ ഖദീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചതാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ചൊല്ലിക്കോളൂ, ഹാ ഹൂ ഹീ ഹയ്യോ, ഹാ ഹൂ ഹീ ഹയ്യോ, ഹാ ഹൂ ഹീ ഹയ്യോ. ഈ ദിക്ർ ചൊല്ലിയാൽ ശരീഅത്തിലുള്ള തരീഖത്തിലേക്കും, തരീഖത്തിൽ നിന്ന് മഅരിഫത്തിലേക്കും, മഅരിഫത്തിൽ നിന്ന് ഹഖീഖത്തിലേക്കും, മുശാഹദയിലേക്കും, മുറാഖബയിലേക്കും കയറി വരാനുള്ള ചില കോഡ് ഭാഷകളാണിത്. അതിന്റെ തെളിവ് അടുത്ത ദിക്ർ നമ്മുടെ റാത്തീബ് നോക്കിയാ, അടുത്ത ദിക്ർ നോക്കിയാ കാണാം. അല്ലാഹു ഹാമിദി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു അല്ലാതെ വേറൊന്നില്ലാത്ത ഫനാഇന്റെ മഖാമിലെത്തപ്പെടുന്ന ആ പ്രത്യേകമായ മർത്തബയിലേക്ക് ചേരപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുണ്ടോ അവരോടാണ് തരീഖത്തിന്റെ മശായിഖന്മാർ പറയുന്നത്, ചൊല്ലിക്കോളൂ ഹാ ഹൂ ഹീ ഹയ്യോ. അത് ചില വലിയ വലിയ അറിവുകൾ തുറക്കാനുള്ള കോഡ് ഭാഷയാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്റർനെറ്റ് ഓണാകുമ്പോ കോഡടിക്കുന്നത് പോലെ ശരീരത്തിൽ നിന്ന് തരീഖത്തിലേക്ക് വരുന്ന ചില കോഡുകളുണ്ട്. അവിടുന്ന് വലിയ വലിയ ദറജകളെ തുറക്കാൻ ചില കോഡുകളുണ്ട്. ആ കോഡുകളാണ് തരീഖത്തിന്റെ മശായിഖന്മാര് നമുക്ക് പഠിപ്പിച്ച് തന്നത് എന്ന് ആധുനിക ലോകത്ത് നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാകുന്നത്. അങ്ങനെ എന്തൊക്കെയാ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ലോകത്ത് പുരോഗതി വരുമ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഒക്കെ വന്നു, TV വന്നു, ഇനി ഒറ്റ മക്കളെ നിസ്കരിക്കാൻ കിട്ടില്ല കേട്ടോ. പണ്ടാറും വേഗം തല്ലിപ്പൊളിച്ച് കളയടാ. നമ്മള് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, പണ്ട് ഇവിടെ ട്രാക്ടർ വന്നപ്പോ പ്രകടനം നടത്തിയിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഈ ട്രാക്ടറൊക്കെ അടിച്ചു പൊളിക്കണം, കാരണം കമ്പ്യൂട്ടർക്ക് ജോലി ഉണ്ടാവില്ല. ആ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. TV വളരട്ടെ, ഇന്റർനെറ്റ് വളരട്ടെ, കമ്പ്യൂട്ടർ ജനിക്കട്ടെ, ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കട്ടെ, ക്ലോണിംഗ് വളരട്ടെ, ഖുറാഫിസം തൊലയട്ടെ. മൂപ്പരത്തെ പറയുന്നത് TV വളരട്ടെ, ഇന്റർനെറ്റ് വളരട്ടെ, ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കട്ടെ. എന്നിട്ട് ന്യായ ഉണ്ടാക്കാണ്. എന്ത് ന്യായ? എന്താ? ഹാ ഹൂ ഹി എന്നതിന് ഷോട്ട്. ആ ഷോട്ട് ഉണ്ടാക്കണ WW എന്ന ഷോട്ട് പോലെ, ഇന്റർനെറ്റുമായുള്ള ബന്ധം പോലെയാണെന്നാ. ഈ ഹാ ഹൂ ഹി ചെല്ലിയാലോ ശരീഅത്തിൽ നിന്ന് തരീഖത്തിലേക്കും, തരീഖത്തിൽ നിന്ന് മഅരിഫത്തിലേക്കും അവിടെ അങ്ങനെ കയറിപ്പോകുന്ന സംഗതി നേരെ തിരിച്ച ശരീഅത്തിൽ നിന്ന് ലലാലത്തിലേക്കും, ലലാലത്തിൽ നിന്ന് നരകത്തിലേക്കും അങ്ങനെ പോകേണ്ട സാധനമാണിത്. എന്നിട്ട് അതിനെന്തെടുക്കുക? ബയാൻ ചെയ്യുക, വിശദീകരിക്കണം മൂപ്പര്. ഇന്റർനെറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പുതിയ അറിവ് തുറക്കുകയാണത്രേ. ഈ അറിവ് തുറന്നു കിട്ടുന്നതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഗൗരവം മനസ്സിലാക്കണം. എവിടെയാണ് ഇവർ കൈവച്ചത്? ലോകത്ത് നബിമാര് പറഞ്ഞ, അമ്പിയാക്കന്മാർ പറഞ്ഞ അള്ളാഹുവിന്റെ ആ വഹ്യ് പ്രവാചകന്മാർക്ക് ഒരുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നുകർന്നു കൊടുത്ത മഹത്തായ കലിമത്തു തൗഹീദിന് കോഡുണ്ടാക്കി. ആ കോഡുണ്ടാക്കിയിട്ട് സമൂഹത്തിനോട് പറയാണ്, നിങ്ങൾക്ക് ഉയരാനും വളരാനും ഇത് ചൊല്ലിയാൽ മതി. ശരീഅത്തിൽ നിന്ന് ത്വരീഖത്തിലെത്താൻ, തരീഖത്തിൽ നിന്ന് മഅരിഫത്തിലെത്താൻ, അങ്ങനെ ഉന്നതമായ വാതായനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാൻ ഈ പറഞ്ഞ ദിക്ർ ചൊല്ലണം എന്നാ, ഈ ഷോട്ട് ചൊല്ലണം എന്നാ പറയുന്നത്. എന്നിട്ട് ഇത് കേട്ടിട്ട് ആളുകൾ ചൊല്ലുകയാണ്, ഹാ ഹൂ ഹി ഹയ്യ്. ഇല്ലേ? ഹാ ഹൂ ഹി ഹയ്യ്. എന്താ ചോദിക്കുമ്പോ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷോട്ടാണ്. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് ചിലർ പറയും ഇങ്ങനെ ആ ഷോട്ട് എന്ന് ആരും പറയും, ഇദ്ദേഹവും പറഞ്ഞ ഷോട്ടാണെന്ന്. അദ്ദേഹം സുന്നി വോയിസിൽ എഴുതി ഹാ ഹൂ ഹി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ലാ ഇലാഹ അതിന്റെ ഹ, ഇല്ലല്ലാഹു അതിന്റെ ഹു, മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ ഹാ ഹൂ ഹി ഹയ്യ് എന്നത് അതിന്റെ ഷോട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കലിമത്ത് തൗഹീദിനെ പോലും ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല, വേറൊരു മുസ്ലിയാർ ഷോട്ടുണ്ടാക്കി. ഇങ്ങനൊരാൾ ഷോട്ടുണ്ടാക്കിയപ്പോൾ വേറൊരാൾ ഷോട്ടുണ്ടാക്കിയത് എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂപ്പര് മാറ്റി പറിച്ച് വേറെ അങ്ങനല്ല, വേറെ ഈ ഒരാളുണ്ട് വീരാനൗലി അപ്പാപ്പ എന്ന പേരിൽ. അയാൾക്ക് മർത്തബയിലെത്താൻ വേണ്ടി മൂപ്പര് ചൊല്ലിയത് എന്താ?
ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ. മൂപ്പർക്ക് അങ്ങനെയായിരുന്നു ദിക്ർ എന്നാ. ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ദിക്ർ അദ്ദേഹം ചൊല്ലിന്ന് മാത്രമല്ല, അത് പുസ്തകമാക്കി ഇറക്കി വിട്ടുന്നാ. അതിനു പുറമെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന് കൊര ബാധിച്ചു. ഈ ശിഷ്യൻ ഈ ബീരാനൊലിയപ്പാപ്പന്റെ അടുക്കൽ വന്നു. അപ്പോ ഈ കൊര മാറാൻ എന്ത് ചെയ്യണം? അപ്പോ ഈ ബീരാനൊലിയപ്പ പറയാണ്, രാത്രി ഉറങ്ങാൻ പാടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് മുതൽ രാത്രി തീരെ ഉറങ്ങരുത്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, കൊര മാറുമോ? അപ്പോ ഇയാൾ പറയാം, ഉറങ്ങുന്നുള്ളോ എന്ന് ഞാൻ പരിശോധിക്കും, തീരെ ഉറങ്ങുന്നില്ലെന്ന് എനിക്ക് ബോധ്യമാകണം, എങ്കിൽ കൊര മാറുന്ന. അപ്പോ ഈ ശിഷ്യൻ ചോദിക്കുക, എത്ര ദിവസം വേണം? 9 ദിവസം. അപ്പോ ശിഷ്യൻ ചോദിക്കുക, പകൽ ഉറങ്ങാമോ? അപ്പോ ഈ ഷെയ്ഖ് മറുപടി പറയാണ്, പകലുറങ്ങിയാൽ പകലത്തെ കുര മാറില്ല, രാത്രി ഉറങ്ങിയാൽ രാത്രിയിലെ കുര മാറില്ല. അപ്പൊ ഉറങ്ങാതിരിക്കുന്ന സമയത്തെ കുര മാറുള്ളൂ, ഉറങ്ങുന്ന സമയത്ത് കുര മാറൂല. 9 ദിവസം രാപ്പകൽ ഉറങ്ങാതിരുന്നാൽ ഞാൻ സിദ്ധി പോകില്ലേ? അപ്പൊ ഷെയ്ഖ് പറയുകയാണെങ്കിൽ കുര തുറന്നോട്ടെ, ഉറക്കം നിൽക്കാൻ പറ്റില്ലെങ്കിൽ. അപ്പോ ഈ ശിഷ്യൻ ചോദിക്കുക, എന്നെ എന്തിനാണ് ഇങ്ങനെ കട്ടത്തിലാക്കുന്നത്, ദുരിതം? അപ്പൊ ഈ ഷെയ്ഖ് പറയാ, എനിക്ക് വേണ്ടി ദുരിതം സഹിക്കേണ്ട, കഷ്ടപ്പെടേണ്ട. അപ്പൊ വീണ്ടും ഈ ശിഷ്യൻ ചോദിക്കുക, കുര മാറ്റി തരില്ലേ? അപ്പോ ഷെയ്ഖ്, ഉറങ്ങാതിരിക്കാമോ? അപ്പൊ ശിഷ്യൻ, അല്ലാതെ എന്ത് ചെയ്യും? അപ്പൊ ഗുരു, എങ്കിൽ ഇന്ന് മുതൽ തുടങ്ങ്. അപ്പൊ ശിഷ്യൻ പറയാ, തുടങ്ങാൻ, എന്തേ? ചെയ്തോളാ. 8 രാത്രികളെ പരീക്ഷണങ്ങളിലും കോയാക്ക ജയിച്ചു ചാടിയിരുന്ന. 8 രാത്രി മൂപ്പര് ഉറങ്ങിയില്ല എന്നാ. 9 രാത്രി ഉപ്പാപ്പ പാതിരാക്ക് എഴുന്നേറ്റപ്പോൾ കൂടെ കോയാക്കയും എഴുന്നേറ്റു എന്നാ. ഏത് ഉപ്പാപ്പ? ബീരാനൊലിയപ്പ എണീറ്റപ്പോ കോയാക്ക കൂടെ എണീറ്റു. ഉപ്പാപ്പ ചോദിച്ചു, നീ ഉറങ്ങിയോ? അപ്പൊ ഈ ശിഷ്യൻ പറയാം, ഉറങ്ങണ ആൾ എണീറ്റിക്കോ? അപ്പൊ ഗുരു ചോദിക്കാണ്, ഉറക്കം വരുന്നില്ലേ? അപ്പൊ ശിഷ്യൻ പറയണം, എന്റെ കയറില്ലാതെ കെട്ടിയിട്ട് ഇതാണോ ചോദ്യം? അപ്പൊ ഗുരു ചോദിക്കാണ്, കയർ നീ കൊണ്ടുവന്നില്ലല്ലോ. അപ്പൊ ശിഷ്യൻ പറയാണ്, ഇനിയും വേണോ കയറ്? അപ്പൊ ഗുരു പറയാം, നിന്റെ കുറെ നിൽക്കാൻ പോകുന്നു, ഇരിക്കിവിടെ. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, എന്തിനായിരിക്കാൻ പറഞ്ഞത്? അപ്പൊ ശൈഖ് പറയാണ്, ദിക്ർ ചെല്ലാൻ. എന്താണ് ദിക്ർ? ലാ കണ്ണ ഇല്ലല്ലാ. ഇതാണ് ദിക്ർ എല്ലാം പറഞ്ഞത്. രാത്രി 8 ദിവസം ഉറക്കുന്ന മനുഷ്യരോട് പറയാ. ഇത് ഞാൻ കോമിക്സ് ബുക്ക് വായിക്കല്ല, ഇത് ബീരാനൊലിയപ്പാപ്പ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വന്ന ലേഖനാണ് ആ ബീരാനൊലിയപ്പാപ്പയെ കുറിച്ചിട്ട്. ഇയാൾ ഔലിയായിട്ട് പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് ലാ കണ്ണ ഇല്ലല്ലാ എത്ര വട്ടം ചെല്ലണം? 100 എണ്ണം. അങ്ങനെ 100 എണ്ണം ചെല്ലിയ പിന്നെയോ ലാ മൂക്ക ഇല്ലല്ലാ, ഇതെത്ര? 1000 എന്നാ. 100 നേരെ ചാടണം 1000-ലേക്കാ. അപ്പൊ ഈ ശിഷ്യൻ ചോദിക്കും, 100 പോരെ? അപ്പൊ ഈ ശൈഖ് പറയുകയാണെങ്കിൽ 100 മതി. അപ്പൊ ഈ ശിഷ്യൻ വീണ്ടും ചോദിക്കാണ്, ഇനിയുണ്ടോ? ഇത് കഴിഞ്ഞ വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താ? ഹാ ഹി ഹു ഹം ഹും ഉഹു. നിങ്ങൾ ആലോചിച്ചു, ഇത് 1000 വട്ടം ഇങ്ങനെ പറയണം. 8 ദിവസം ഉറക്കം നിന്നിട്ട് 1000 വട്ടം ഇത് പറഞ്ഞാൽ ഒരു വട്ടാവൂലേ? ഇത് സത്യത്തിൽ മൊത്തത്തിലൊരു വട്ടാണ്. അപ്പൊ പോട്ടെ. അപ്പൊ ഇയാൾ ചോദിക്കാണ്, ഇത് 100 പോരെ? അപ്പൊ ഇയാൾ പറയാ, എങ്കിൽ 100 മതി. ശൈഖ് പറയാ. അപ്പൊ ഇനി പിന്നെയും ചോദിക്കാണ് ഇയാൾ ഉള്ളതുകൊണ്ട് നിർത്തുന്നില്ല, ഇനി വീണ്ടും ചോദിച്ചു വാങ്ങാണ്, ഇനിയുണ്ടോ? അപ്പൊ ശൈഖ് പറഞ്ഞു, ഉണ്ട്. എന്ത്? ലാ പല്ല ഇല്ലല്ലാ. ഇതാ ചെല്ലണ്ട്. എത്ര? 1,00,000. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാൾ ചോദിക്കാണ്, ചതിച്ചു, 100 പോരെ? അപ്പോ ഇയാൾ മറുപടി പറയാം, എങ്കിൽ 100 ആവട്ടെ. അവന്റെ അപ്പുറത്ത് ഇയാൾ കൂട്ടി പറഞ്ഞു, ചുണ്ണാമ്പാവാതിരിക്കട്ടെ. ചുണ്ണാമ്പ് വെച്ചാൽ 100 എന്ന് പറയില്ല ചുണ്ണാമ്പിന്. ആ 100 ചുണ്ണാമ്പാവാതിരിക്കട്ടെ എന്നാണ്. അങ്ങനെ ഇനി പിന്നെ മൂപ്പര് എഴുതിയത് ഞാൻ വായിക്കാൻ പറ്റില്ല, ഈ സാധിച്ച് വായിക്കാൻ പറ്റാത്തൊരു വാചകം ഞാൻ വായിക്കണില്ല. കാരണം ഈ ചുണ്ണാമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാമർശം. പിന്നെ ഇയാൾ വീണ്ടും ചോദിക്കണില്ല, ഇനിയുണ്ടോ? ഉണ്ട്. ലാ കാത ഇല്ലല്ലാ. ഇങ്ങനെ ചോദിച്ചു പോവാണ്. എല്ലാം 1,00,000 10,000 ഒക്കെയാണ് കണക്ക്. ആള് പിന്നെ ചോദിക്കണം, ഇനിയുണ്ടോ? ഉണ്ട്. ലാ നാക ഇല്ലല്ലാ. അങ്ങനെ പിന്നെ ചോദിക്കാണ്, ഇതെത്ര ഇടണം? 1,00,000. 1,00,000. എന്റെ ബദ്രീങ്ങൾ 1000 പോരെ? കൊല്ലാനാണോ? എങ്കിൽ ആയിക്കോട്ടെ, 100 മദീന, 1000 മദീന, 1000 ചെല്ലുക. എന്നിട്ട് ചോദിക്കുക, ഇനിയുണ്ടോ? ഇനിയുണ്ട്. എന്താ? ലാ പുക്കള ഇല്ലല്ലാ. ഇതൊരു മനുഷ്യനെ മുന്നിൽ വായിക്കാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാല് എന്തിനാണ് ഈ പരിഹസിച്ചെന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ
എന്ന മഹത്തായ കലിമത്തു തൗഹീദിനെയാണ് പരിഹസിക്കുന്നത്. ലാ പുക്കള ഇല്ലല്ലാ, അതുകൊണ്ട് അവസാനിക്കുന്ന ലാ തല വലാ വാല ഇല്ലല്ലാ, ഒരു തലയും വാലും ഇല്ല. ലാ തല വലാ വാല ഇല്ലല്ലാ ദിക്റാണ്, വീരാനൗലിയാപ്പാപ്പ ചൊല്ലിയ ദിക്റാണ്. ഇത് കണ്ടിട്ട് മുജാഹിദുകൾ ചോദിച്ചു പോയി, മാന്യ സഹോദരങ്ങളെ, അല്ല പുരോഹിതന്മാരെ, എവിടുന്ന് നിങ്ങൾക്ക് ഇത് കിട്ടി? എങ്ങനെ നിങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നു? ഇതൊരു മനുഷ്യന്റെ മുന്നിൽ വായിക്കാൻ പറ്റിയതാണോ? ഒരാളോട് ഇത് പറയാൻ കഴിയുന്നതാണോ? മുസ്ലിം സമൂഹം എന്ത് ജനം വിചാരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്യുന്നതമായ കലിമത്തു തൗഹീദിനെ ദുർവ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് എന്ത് കണ്ടാലും അതിന്റെ പേര് ദിക്റാക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഈ ദിക്ർ ചേർത്തുക, അങ്ങനെ ഈ ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണത എങ്ങനെ സഹിക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ മറുപടി വരികയാണ്. എന്താ മറുപടി? കേട്ടോളൂ. ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് കല്ലിൽ പോകുന്ന വേര് മണ്ണിൽ പോയിക്കൂടാ? വീരാനൗലിയാപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുക അതേ പുസ്തകത്തിലില്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം? അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ഏതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദി തങ്ങൾ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് കാണാം. ലാ അന ഇല്ലാ അൻത എന്ന് പറയുന്ന മഹാന്മാരും ലാ അന ഇല്ലാ അൻത എന്താണ് അതിന്റെ അർത്ഥം? ഞാനില്ല, ഇല്ല അൻത അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി, നീ നശിപ്പിക്കുക നശിച്ചു പോവും. ഒരു ഉള്ളതിൽ പറയാനില്ല, ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. മറിച്ച് ഇല്ല അന്ത നീ മാത്രമാണ് ഉള്ളത്. കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല, നിനക്ക് നാശം ഇല്ല, നീ ഉണ്ടായതിന് തുടക്കം ഇല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ ഈ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല, കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ്. ഇത് തന്നെയാണ് ഔലിയാക്കൾ ചിലപ്പോൾ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഉള്ളവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ചില ഔലിയാക്കൾ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്? അല്ലാഹുവല്ലാതെ ഉള്ളവനില്ല നമ്മളൊക്കെ ഇല്ലേ? അപ്പോൾ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലി, എന്താ ചൊല്ലിയത്? ലദുൽ ബസീറതി നാദിറൻ നഹ്വൽ അസർ ബലിൽ മുഅസ്സിരി ബിദ്ദുഹൂനി അനിൽ അസർ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ഷൈഇൻ ഫസ്സവാബു കമാ ദുകിർ. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലി, ഉൾക്കാഴ്ചയുള്ള ആളുകൾ എടോ നിന്നെപ്പോലെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ. ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത്, അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ്. അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ഷൈഇൻ ഫസ്സവാബു കമാ ദുകിർ. അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത്, ഈ കാര്യത്തിലേക്കല്ല. ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര്, അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത്. അപ്പോൾ അവർ പറയും, ഇതല്ല വിഷയം, ഇതല്ല വിഷയം, മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം. ഇതല്ല ഉള്ളത്, യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിനെ ഉണ്ടാക്കിയവനാണ്, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത്. അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചും സൃഷ്ടി അല്ല പ്രശ്നം, സൃഷ്ടാവാണ് പ്രശ്നം. സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ലാ ഐന ഇല്ലല്ലാഹ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാകും. അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല, മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, കണ്ണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ്. ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട്. അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ്സുണ്ടായില്ല. സുന്നികളെ എങ്ങനെയുണ്ട് മുശ്രിക്കാക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കണ്ടോ, കടക്കണില്ല. ഇപ്പൊ കടന്നാൽ എന്തായിരിക്കും? മൂപ്പര് പറയാണ് ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കണ്ണ് യഥാർത്ഥത്തിൽ ഇല്ല, ഉള്ളത് അല്ലാഹ് മാത്രമാണെന്ന അർത്ഥത്തിലാണ് ഉമർ ഖാദി പാട്ടുപാടി പറഞ്ഞിട്ടുണ്ട് എന്ന്. ന്യായീകരിക്കാണ് മന്റെ സോദരി, തെറ്റാന്ന് പറയല്ല, ഇത് ശരിയല്ലെന്ന് പറയല്ല, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയല്ല. നേരെ മറിച്ച് ഔലിയാക്കൾ അങ്ങനെ പലതും പറയും, മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും. എന്ത്? കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല ഉള്ളത്, ഉള്ളത് അല്ലാഹ് മാത്രമാണ്. ഈ അർത്ഥത്തിലാണ് വീരാൻ ഔലിയാപ്പാപ്പ അത് ചൊല്ലിയത് എന്നാ. ഈ സാധു വിചാരിച്ചെന്താന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടൂല, പിന്നെ നമ്മളിത് നിർത്തി നമ്മളെ പണിയും പൂട്ടി
അങ്ങ് പോകുമെന്നാണ്. പക്ഷെ വിട്ടില്ല, പുറകെ കൂടി. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം പറയേണ്ടത് ആരാ? നബിയാണ്. അത് ഏറ്റുചൊല്ലേണ്ടത് ആരാ? സ്വഹാബത്താണ്. അതിനേക്കാളും വലിയ ദർജയിലെത്തിയ ആരാ പിന്നെയുള്ളത്? ഇല്ലല്ലോ. ആ ദർജയെക്കാളും മുകളിലെത്തിയ വേറെ ആരുമില്ലല്ലോ. അങ്ങനെ വീണ്ടും ഇത് സമൂഹത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ മുസ്ലിയാര് പിന്നെ അടവ് മാറ്റാണ്. പിന്നെ അടവ് മാറ്റി. ഇത് പത്തടിപ്പാലം, എറണാകുളം ജില്ലയിലെ പത്തടിപ്പാലം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞത്. പിന്നെ മുസ്ലിയാര് നേരെ മാഹിയിലെ പെരിങ്ങാടിയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോ ഇതേ മുസ്ലിയാർ ഇതേ ചോദ്യത്തിന് വീരാനൊലിയാപ്പാപ്പയുടെ ഇതേ കേസിന് നൽകുന്ന മറുപടി അതാ നിങ്ങൾ കേൾക്കേണ്ടത്. കേട്ടോളൂ. അറബിക്ക് മനുഷ്യയാണ്. ഈ എന്താണ് അയാളുടെ പേര്? KVM ബന്താവ്. അയാളൊരു അറബിക്ക് മനുഷ്യയാണ്, ഒരു ചെറിയ മാനസിക രോഗിയാണ്. ഈ പുസ്തകം എഴുതി അയാൾ ചെറിയ മാനസിക രോഗിയാണ്. അയാൾ മാനസിക രോഗിയാണെന്ന് അറിയാത്ത ഏതെങ്കിലും മൊയ്ലിയാര് ചിലപ്പോൾ അയാൾ ഭയങ്കര മൊയ്ലിയാരെന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ എഴുതിയെന്ന് വരാം. ഇതുപോലെ ഇമാം ബുഖാരി ഒരാൾ ലൈഫാന്ന് പറയുമ്പോ വേറെ ഇമാം മുസ്ലിം ചിലപ്പോ അയാൾ സഹിയാണെന്ന് പറഞ്ഞു തരും. കാരണം ലൈഫാന്നുള്ള വിവരം ഇമാം മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു മൊയ്ലിയാര് ഇയാളൊരു നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണ് നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ട. അല്ല, അയാളെ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് അറിയുന്നോണ്ടാ പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം ഒരു അറബിക്ക് മനുഷ്യയാണ്, മാനസിക രോഗിയാണ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, എഴുതണ്ടെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എന്റെ പെണ്ണോണ്ട് വലതു എഴുതി പോകുന്നു. ഇതിൽ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാനസിക രോഗിയായ മൗലവിന്റെ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ആള് ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ ഇതാ സുന്നികളെ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ സുന്നികളെ, ഞങ്ങളാരും അങ്ങനെ എല്ലാറില്ല. കണ്ടോ? അപ്പൊ ഇച്ചിരി നേരത്തെ അയാൾ മുജാഹിദാ. ഞങ്ങളൊക്കെ സുന്നികളെ, ഞങ്ങളാരും ചെല്ലാറില്ല. അപ്പൊ നേരത്തെ ആരായിരുന്നു? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, നാട് മാറിയപ്പോ കോലം മാറി. ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുമ്പോൾ അത് അവിടെ കൊണ്ട് നിന്നിട്ടുണ്ടാവും. ഇതെന്താ ഞാൻ ഇപ്പൊ പ്രത്യേകം കാണിക്കാന്ന് വെച്ചാൽ, ഈ അടുത്ത സമയത്ത് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് ഹുസൈൻ സലഫിയെ ഞാൻ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കാണ് എന്നാ. ഹുസൈൻ സലഫി വളരെ ചെറുപ്പം മുതൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയ ആളാ. നാദാപുരത്ത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ നാദാപുരത്ത് വീണ്ടും ഹുസൈൻ സലഫി ഈ വിഷയം കൊണ്ടുവന്നപ്പോഴോ ഇദ്ദേഹം പിന്നെയും വന്ന് പറയാണ് അയാൾക്ക് വട്ട് തന്നെയാണ് എന്നാ. ആർക്ക്? KVM ബന്താവൻ. അത് കേട്ടോളൂ നിങ്ങൾ. ഒന്ന് കേൾക്കണം. ഇയാള് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത്, ഞാനിവിടെ പെരിങ്ങാടി മുഖാമുഖത്തിൽ ഒരു മൗലവിനെ പറ്റി പറയും. ആര്? ഒരു മൗലവിയുണ്ട്. പഴയ കാലത്ത് കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ എഴുതി നിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്തൊരു മൗലവി. പിൽക്കാലത്ത് അയാൾ കള്ളത്തരീക്കത്ത് പോയിട്ട് കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് തരീക്കത്തിന്റെ സെയ്സിന്റെ അടുക്കൽ അയാൾ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയും വരുമൊക്കെ ചെയ്തു. അങ്ങനെ കള്ളത്തരീക്കത്തിൽ പോയി പിഴച്ചു പോയ ഒരു മൗലവി. ആ മൗലവി പിന്നീട് ആ കള്ളത്തരീക്കത്തിൽ കടന്നാൽ ഈ ജിന്നിന്റെ ചില സേവകളും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സാധാരണ നിലയ്ക്ക് സാധാരണ മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ പലതും പറയുകയും പലതും എഴുതുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും ബേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യം രോഗമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഖുലൂബിഹിം മറദുൻ ഫസാദഹുല്ലാഹു മറദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് KVM ബന്താവൂർ. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം. KVM ബന്താവൂർ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM ബന്താവൂർ ഇതിലെ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് ഇവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീടാണ് അയാൾ കള്ളത്തരീക്കത്ത് പോയത്. ഈ കള്ളത്തരീക്കത്തിൽ പോയത് നമ്മളെ തന്നെ ആലിമീങ്ങൾക്ക് പലർക്കും അറിയില്ല. അതായത് അവരാ വിവരം അറിയില്ല. ഒരു KVM ബന്താവൂരിന്റെ വീട്ടിൽ പോയിട്ട് അയാളെ കൊണ്ടാ പോകുന്നു നോക്കലല്ലോ നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കൊന്നും പണി. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? എനിക്ക് ഇത് തന്നെയാ വേണ്ടി. അതായത് എനിക്ക് ഈ മൗലവിമാരെ നോക്കലെന്നെ എന്റെ ഡ്യൂട്ടിയാണ്. കണ്ടോ? അപ്പൊ വേറെ ആർക്കും അറിയില്ല, എനിക്ക് അറിയുള്ളൂ എന്നാ. എന്ത്? KVM ബന്താവൂരിന് മാനസിക രോഗമായത്. മൂപ്പരാരാ ഇത് നിരീക്ഷിക്കണ? പ്രത്യേകിച്ച് വല്ല കഴിവുള്ള അല്ലെങ്കിൽ ഡോക്ടറോ മറ്റോ ആണോ മാനസിക രോഗികളെ ചികിത്സിക്കണ ആണോ? പക്ഷെ മൂപ്പർക്ക് അറിയാന്ന. എന്തെങ്കിലും പറയാൻ കാരണം, ഇത് തള്ളുന്നതിന് മുമ്പ് ഇവർ 99 മാർച്ചിൽ എഴുതിയ ലേഖന. ഇതിലൊരു തട്ടയിട്ടിരിക്കണ ഒരു ഉസ്താദിന്റെ ഫോട്ടോ ഉണ്ട്. ഇതാണ് KVM ബന്താവൂര്. ഈ KVM ബന്താവൂരിനെ കുറിച്ച് ഇവരുടെ പുസ്തകമായ റിസാലയിൽ പറയുന്നത് എന്താണെന്നറിയോ? KV മുഹമ്മദ് മുസ്ലിയാർ കഴിഞ്ഞ 40ഓളം വർഷങ്ങളായി ഇസ്ലാമിക സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭ,
പ്രസംഗവേദികളിലോ സംഘടനാ രംഗത്തോ അധികമാരും അറിയില്ലെങ്കിലും കനപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ സാധാരണക്കാർ മുതൽ പണ്ഡിതർ വരെ അംഗീകരിച്ച വ്യക്തിത്വം എഴുത്ത് ജീവിത വ്രതമാക്കിയ ഈ പണ്ഡിത ജ്യോതിസ് ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുമ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈ KVM പന്താവിനെ കുറിച്ച് റിസാല പറയുകയാണ്, ഇസ്ലാമിക സാഹിത്യ ലോകത്തെ കുലപതി KVM പന്താവൂർ. അപ്പോൾ ഇസ്ലാമിക സാഹിത്യ രംഗത്തെ കുലപതിയാണ് ഇയാള്. ഇത് നമ്മളെടുത്ത് കാണിച്ചപ്പോഴാണ് മൂപ്പര് പറയുന്നത് എന്ത്, അതറിയാത്ത ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പൊ 2ാം വട്ടായി. പിന്നെയും മൂപ്പര് പറയണ ഇല്ല, അയാൾക്ക് വട്ടാണ്. അത് കേട്ടോളൂ നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോ നമ്മുടെ സുന്നി വോയിസിലോ സിറാജിലോ റിസാലയിലോ ഇയാള് പിഴച്ച ആളാണെന്നോ ഇയാൾക്ക് സുഖമില്ലാന്നോ ഉള്ള വിവരം അറിയാതെ വല്ല പരസ്യവും കണ്ടുപോയാൽ സുന്നികൾ പെട്ടുപോകരുത്. ഇയാള് കാരണം സുന്നി വോയിസ് പരസ്യം സ്വീകരിക്കാൻ അവിടെ ഓഫീസിൽ ഞാനല്ല ഇരിക്കുന്നത്, കാന്തപുര ഉസ്താദല്ല ഇരിക്കുന്നത്. അവിടെ ഇതൊന്നും വായിച്ചു പഠിക്കാത്ത സാധാരണക്കാരാ ജോലിക്കാരുണ്ടാവുക. അപ്പൊ ഇയാളേതെങ്കിലും പുസ്തകത്തിന്റെ പരസ്യം സിറാജിലോ സുന്നി വോയിസിലോ ഇനി വേറെ ഏതെങ്കിലും മാസികയിലോ വന്നാൽ ഞാൻ സുന്നി മുസ്ലിമീങ്ങളോട് പറയുന്നു, ഞാനിത് 10 കൊല്ലം മുമ്പേ തന്നെ പറഞ്ഞതാണ്, പക്ഷേ ഇത്ര പരസ്യമായിട്ടല്ല, കണ്ണൂർ ജില്ലയിൽ വെച്ച് പറഞ്ഞതാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തു, ഇയാൾക്ക് സൂക്കേടാണ്. കണ്ടോ, ഇയാൾക്ക് സൂക്കേടാണ്. ആർക്ക്? KVM പന്താവൂരന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇപ്പോ ഇത്രയും ശക്തമായിട്ടൊക്കെ പറയുമ്പോൾ വിചാരിക്കും അത് ശരിയായിരിക്കും, ഇപ്പൊ എന്തായിരുന്നു ആദ്യം അബദ്ധത്തിൽ പറഞ്ഞായിരിക്കും, ഇയാളും അബദ്ധത്തിൽപ്പെട്ട് പറഞ്ഞായിരിക്കും. പിന്നെ ഇത്രയും ശക്തമായി സൂക്കേടാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, അപ്പോ ഇയാൾ പറയണത് ആത്മാർത്ഥമായിട്ടായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക, അല്ലേ? പക്ഷെ 2 പരിപാടി കൂടി കഴിഞ്ഞു. അപ്പൊ മൂപ്പര് പറയണ ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ. ബീരാൻ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയുണ്ട്. ആ വലിയ അദ്ദേഹം മജ്ദൂബായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, അത് വേറൊരു വിഷയം. ആ വലിയ ചിലപ്പോ ഇങ്ങനെ പറയും, എന്ത്, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ഇങ്ങനെ പറയും. അതിന്റെ അറബിയാണ് ലാ ഐന ഇല്ലല്ലാ, ലാ അംഫ ഇല്ലല്ലാ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുണ്ട്, ഒരു മൗലൂദ് കിതാബിലുണ്ട് പോലും. മൗലൂദ് കിതാബ് എന്ന പേരിൽ അച്ചടിച്ച് വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അത് വേറെ വിഷയം. അതേസമയം ഈ മൗലൂദ് കിതാബ് മർക്കസിലെ ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്തു പോലും. പ്രകാശനം ചെയ്യുന്ന ആളുകൾ അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു നോക്കി, ഞങ്ങളെ വായിച്ചു നോക്കിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അത് വേറെ. എന്നാൽ ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറയുന്നത് പ്രകാശനം ചെയ്തു എന്നത് തെളിവല്ല, മൗലൂദ് കിതാബിനുണ്ട് തന്നെ തെളിവല്ല. മൗലൂദ് കിതാബ് എന്നുള്ള പേരിൽ വരുന്ന കിതാബിൽ പലതും ഉണ്ട്. അതിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക നിസ്കാരം പറഞ്ഞിട്ടുണ്ട് ഒരു മൗലൂദ് കിതാബിൽ. അങ്ങനെ നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാറില്ല. അച്ചടിച്ച് വരുന്നതൊക്കെ മുജാഹിദിന്റെ പ്രസ്സിൽ നിന്ന് മുജാഹിദീങ്ങളാണ് ഏകദേശം മൗലൂദ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ. CH മുഹമ്മദ് ആൻഡേഴ്സൺസിന്റെ മൗലൂദ് കിതാബ് അവരാണ് അധികം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം പറയാം. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ അത് തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഒരിക്കലുമല്ല. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നാ നോക്കേണ്ടത്. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മളെ മൗലവിക്ക് ഏറ്റവും പിരിശപ്പെട്ട ആളാണ് KVM പന്താവൂര്. അദ്ദേഹം മാനസിക രോഗിയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ള ആള് പറയുന്നത് എല്ലാം തെറ്റായിക്കൊള്ളണമെന്നില്ലല്ലോ. മാനസിക രോഗമുള്ള ആള് ചിലപ്പം കാര്യവും പറയൂലേ, ചിലപ്പം പറഞ്ഞിട്ട് ഭയങ്കര കാര്യം പറയും ചില മാനസിക രോഗികൾ. അതുപോലെ KVM പന്താവൂര് ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആളാണെങ്കിലും ചിലപ്പോൾ അയാൾ കാര്യവും പറയാറുണ്ട്. കണ്ടോ? ഇനി നിങ്ങൾ പറ, ആർക്കാ മാനസിക രോഗം? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പൗരോഹിത്യത്തിന്റെ വിലകളാണ്. എത്ര പെട്ടെന്നാണ് നിറം മാറുന്നത്, എത്ര വേഗത്തിലാണ്. ഈ രൂപത്തില് ചില മാനസിക രോഗികൾ കാര്യം പറയും എന്ന്, അത് ചിലപ്പോ ഏറ്റവും നല്ല കാര്യം പറയുമെന്ന്. ഇങ്ങനെ വളരെ വ്യക്തമായി നേർക്കുനേരെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രംഗത്ത് പോലും ഇവർ കൈകടത്തുകയാണ്. മതത്തിന്റെ മേഖലയിലോ അതിശക്തമായി ഇസ്ലാമിന്റെ അകക്കാമ്പ് എടുത്തു കളയുന്ന രൂപത്തിൽ പോലും, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ പറിച്ചു കളയുന്ന അവസ്ഥയിൽ പോലും ഇവർ ഇടപെടുകയാണ്. ഇതിനെ ആരെങ്കിലും എതിർത്താൽ പിന്നെ ഓനില്ലാത്ത ഒരു കുറവില്ല എന്ന്. കണ്ടാ സലാം പറയണ്ട, നമ്മളോട് സലാം പറയണ്ടെന്ന് ഇവരാ പറയണേ. കല്യാണം കഴിച്ചു കൊടുക്കണ്ട,
മഹല്ലിൽ നിർത്തണ്ട, പുറത്താക്കണം. മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. ഇത്രയും അപകടകരമായ അവസ്ഥയിലാണ് ഇവർ സമൂഹത്തെ തള്ളിക്കൊണ്ടു പോകുന്നത്. എന്നിട്ട് ഇതെല്ലാം വെച്ച് ചേർക്കുക എങ്ങോട്ട്? ഔലിയാക്കന്മാരുടെ മേൽ. ദിക്റായിരുന്നാലും ഇവരുണ്ടാക്കുന്ന ഏത് വൃത്തികേടും ഔലിയാക്കന്മാരുടെ മേലിലേക്ക് വെച്ചു കൊടുക്കും. എന്നാൽ മനസ്സിലാക്കണം, അങ്ങനെ എല്ലാ ഭാണ്ഡവും പേറുന്ന ആളുകൾ, അവർക്ക് പറയുന്ന പേരല്ല ഔലിയ എന്ന്. ഇസ്ലാമിൽ വലിയ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അടിയാറുകൾക്ക് നൽകുന്ന ഒരു പദവിയാണ്, മഹത്തായ ഒരു പദവി. ഖുർആൻ അത് പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, അറിയണം, മനസ്സിലാക്കണം, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, ക്ലേശങ്ങളില്ല, യാതൊരുവിധ ഭയാശങ്കകളും അവരെ അലട്ടുന്നില്ല, അലട്ടേണ്ടതില്ല. കാരണം അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഈമാനോടുകൂടി ജീവിക്കുന്നവരാണവർ, തഖ്വയുള്ളവരാണവർ. ഈമാനും തഖ്വയും കാത്തു സൂക്ഷിക്കുന്നവരാണ് അല്ലാഹുവിന്റെ വലിയ. അങ്ങനെയുള്ളവരാണ് ആ മഹത്തുക്കൾ. ഇവർ ഈ കൊണ്ട് നടക്കുന്ന ഭാണ്ഡങ്ങൾ പേറുന്നവരല്ല, മാജിക് കാണിക്കുന്നവരല്ല, അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ആളെ പറ്റിക്കുന്നവരല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത്. ഒരിക്കൽ മഹാനായ മൂസ ബിൻ അബ്ദുല്ലാ അൽ സദഫി ഷാഫി ഇമാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? ഇന്ന സാഹിബനൽ ലൈസ കാന യഖൂൽ, ഇമാം ലൈസ് പറയുന്നത് ഞാൻ കേട്ടു. നമ്മുടെ സാഹിബായ ലൈസ് എന്ന ഇമാമു പറയുകയാണ്, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി, അവന്റെ കാര്യത്തിൽ ഒരിക്കലും നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസുന്ന, അവന്റെ കാര്യം ഖുർആൻ അനുസരിച്ചുകൊണ്ടാണോ സുന്നത്ത് അനുസരിച്ചുകൊണ്ടാണോ എന്ന് പരീക്ഷിക്കുന്നത് വരെ, ബോധ്യപ്പെടുന്നത് വരെ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും ഒരിക്കലും നീ വഞ്ചിതനാകണ്ട. ഇത് ശരിയാണോ എന്നാണ് മൂസ ബിൻ അബ്ദുല്ലാ അൽ സദഫി ഷാഫി ഇമാമിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് ഷാഫി ഇമാം മറുപടി പറയാണ്, കസറൽ ലൈസു റഹിമഹുല്ലാ, ഇമാം ലൈസ് പറഞ്ഞത് കുറഞ്ഞുപോയി. ഇമാം ലൈസ് പറഞ്ഞത് കുറഞ്ഞുപോയി, അങ്ങനല്ല പറയേണ്ടത്, കുറച്ചുകൂടി നീട്ടി പറയണം. എന്നിട്ട് ഷാഫി ഇമാം പറയുകയാണ്, ബൽ ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് നീ കണ്ടാലും വയതീറു ഫിൽ ഹവാ, വായുവിലൂടെ ഒരാൾ പറന്നു പോവുകയാണ്, അങ്ങനെ ഒരാൾ നീ കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബ്, അവന്റെ കാര്യത്തിലും നീ വഞ്ചിതനാകരുത്. അവൻ ഖുർആൻ അനുസരിച്ചാണോ സുന്നത്ത് അനുസരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടല്ലാതെ. ഒരാളങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മുസല്ല ഇട്ടിട്ട് അതുമേ കയറി ഇങ്ങനെ പോവാ, എങ്ങോട്ടാണ്? ഞാൻ ഫ്രാൻസിലേക്കാണ്. മൂപ്പരിങ്ങനെ പറന്നു പോവാണ്, ഓ വലിയാണ് കേട്ടോ, അങ്ങനെ പറയരുതെന്നാ. നേരെ മറിച്ച് അവന്റെ കാര്യം പരിശോധിക്കണം, ഖുർആൻ അനുസരിച്ചാണോ സുന്നത്ത് അനുസരിച്ചാണോ അവൻ നടപ്പ്, അവന്റെ ജീവിതം എന്ന്. ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോവുകയാണ്, എങ്കിലും വഞ്ചിതനാകരുത് എന്നാ. മാത്രമല്ല അബൂ യസീദ് പറയുകയാണ്, അല്ലദീ യംശാലൽ മാഇ ലൈസ ബിഅജബ്, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും ഒരു അത്ഭുതവും വിചാരിക്കണ്ട, ഒരത്ഭുതവും വിചാരിക്കണ്ട. കാരണം ലില്ലാഹി ഖൽഖുൻ കതീറുൻ യംശൂന അലൽ മാ ലൈസ ലഹും ഇൻദല്ലാഹി ഖീമ, അല്ലാഹുവിന് ഒരുപാട് പടപ്പുകളുണ്ട്, വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്ന ഒരുപാട് പടപ്പ് പടച്ചവനുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി എന്തെങ്കിലും പദവിയോ സ്ഥാനം ഉണ്ട് എന്നതിന്റെ അർത്ഥം. ഇപ്പൊ തവള ഇങ്ങനെ കുറെ നടന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം വെള്ളത്തിൽ കുളത്തിലേക്ക് ഇറങ്ങി പോണത്. ഓ വലിയെന്ന് പറയണോ? ആമ അതിങ്ങനെ കരയെ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങി പോണത് കാണാം. അതിന് പ്രത്യേകത ഇല്ല, അത് പടച്ചവനൊരു സൃഷ്ടിയാന്ന് വിചാരിച്ചാൽ മതി. ഇത് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ. എന്നാൽ ഈ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പാണ്ടുണ്ടേലും വലിയകളുടെ പേരിൽ ഇട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ എതിർത്താലോ, ഇവർ എഴുതി വെക്കുന്ന വൃത്തികേടുകളെ എതിർത്താലോ ഔലിയാക്കളെ എതിർക്കുകയാണ്. കണ്ടോ, വലിയുകളെ ബഹുമാനിക്കാത്തവരാണ്, അമ്പിയാക്കന്മാരെ ബഹുമാനിക്കാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരനെ പിന്നെ ഇതാ കുഴപ്പത്തിൽ ചാടിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ആരാണ് ഔലിയാക്കളെ പരിഹസിക്കുന്നവർ? ആരാണ് പരിഹസിക്കുന്നവർ? ഈ പൗരോഹിത്യം തന്നെയാണ്, പൗരോഹിതന്മാർ തന്നെയാണ്. എത്രത്തോളം അഡ്രസ്സുള്ള ഔലിയാക്കന്മാരുടെ പേരിൽ, വലിയവരുടെ പേരിൽ പോലും ഇവർ ആരോപണം പറഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ റിഫായി ഷെയ്ഖ്. ആ റിഫായി ഷെയ്ഖിന്റെ പേരിൽ എഴുതി വെച്ചിട്ടൊരു മാലയുണ്ട് മലയാളത്തിൽ, റിഫായി മാല. ആ മാലയിൽ പറയുന്നത് എന്താണ്? മഹാകുരുത്തക്കേടായിരുന്നു എന്നാണ്.
ആര്? റിഫായി ഷെയ്ഖ്. കാര്യം എന്താ? ആ മാലയിൽ പറയാണ്, ഗർഭം വയറ്റിൽ ജനിച്ച 6-ാം മാസത്തിൽ ഗുണമുള്ളതായ ഈതാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്തിൽ മകനാർ അഹ്മദുൽ കബീർ എന്ന് ചെന്നോവർ എന്ന് പറഞ്ഞാൽ റിഫായി ഷെയ്ഖിന്റെ ഉമ്മ ഗർഭം ചുമന്ന് 6-ാം മാസമായിട്ടുള്ളൂ. അപ്പൊ ഉമ്മക്കൊരാഗ്രഹം, ഇത് മകനാണോ മകളാണോ എന്ന് അറിയണം. അപ്പൊ ഉമ്മ വെറുതെ ഇങ്ങനെ വയറ്റിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, മകനോ മകളോന്ന് ചോദിച്ച നേരത്തിൽ, മകനാണോ മകളാണോ എന്ന് ചോദിച്ചത്. അപ്പൊ മറുപടി എന്താ? മകനാ അഹ്മദുൽ കബീർ എന്ന് ചെന്നോവർ. മകളൊന്നുമല്ല, മകൻ തന്നെയാണ്, പേര് അഹമ്മദുൽ കബീറാണ്. സാധാരണ കുട്ടി ജനിച്ചിട്ട് വാപ്പ ഓടി കിടക്കല. അല്ല ഉസ്താദെ, പേരിടണം. എന്താ പേര്? നല്ലൊരു പേര് പറഞ്ഞാ. ഇത് 6 മാസമുള്ള കുട്ടി സ്വന്തം പേരിട്ടിട്ട് അവന് അഹമ്മദുൽ കബീറാണ്, ഞാൻ മകനാണ്. ഇനിയോ 10-ാം മാസമായി. സാധാരണ കുട്ടികളൊക്കെ ഇങ്ങനെ ഗുരുത്വത്തോടെ ഇറങ്ങി വരുന്നതാണ്, ഇത് ഇറങ്ങണില്ല. നേരെ മറിച്ച് അവിടുത്തെ സംഭവിച്ചത്, അടിമാദൂനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകല് കേട്ടോരെ മുളന്തോവർ സ്വർഗമേനിക്കും ഞാൻ ബയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. 10-ാം മാസം പോലത്തെ മോനെ പൊക്കോന്ന് പറഞ്ഞ പോല. നേരെ മറിച്ച് എനിക്കിപ്പോ സ്വർഗം വേണം. അതും മനുഷ്യന്മാർക്ക് കൊടുക്കുക. ഒരുപാട് പണിയെടുത്ത് അധ്വാനിച്ച് അള്ളാഹുവിന്റെ ആ എല്ലാവിധ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വിജയിച്ചിട്ട് കൊടുക്കുന്ന സാധന മോനെ, അതൊന്നും ഇപ്പൊ തരാൻ പറ്റൂല. പറ്റൂല, ഞാൻ ഇറങ്ങണമെങ്കിൽ സ്വർഗം വേണം. അങ്ങനെ അള്ള കുടുങ്ങിപ്പോയി. കാര്യം ഇത് ഇറങ്ങി പോണ്ടേ. അങ്ങനെ എന്തെടുത്തു? അവർക്കന്ന് 4 സൂവർക്കം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം ആകെ 8 സ്വർഗ്ഗമാണ്, നേരെ 50 പകുതി റിഫായി ഷെയ്ഖിന് കൊടുത്തു. 4 സ്വർഗം കൊടുത്തു. അത് മേടിച്ച് മൂപ്പരിങ്ങ് വന്നു. വളരെ ധൈര്യമാണല്ലോ, പിന്നെന്തും ചെയ്യാലോ, സ്വർഗല്ലേ ധാരാളം കയ്യിലുള്ളത്. അങ്ങനെ മൂപ്പരിങ്ങനെ നടക്കുക. കുറെ കാലമായിട്ട് ഇങ്ങനെ നടന്നു റിഫായി ഷെയ്ഖ് 4 സ്വർഗമായിട്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കശുവണ്ടി തോപ്പ്, നമ്മുടെ കശുവണ്ടി തോപ്പ് അത് കണ്ടു. അത് ഇസ്മായിൽ എന്ന് പറഞ്ഞ ആടെയാണ് തോപ്പ്. അത് കണ്ടപ്പോ ഇയാൾക്കിത് വേണം. ആർക്ക്? റിഫായി ഷെയ്ഖിന് ഇത് വേണം. കാരണം പിടിവാശിക്കാരൻ എന്തായാലും ചോദിച്ചു പോയാൽ കൊണ്ടേ പോവുള്ളൂ, ആഗ്രഹിച്ച കൊണ്ടേ പോവുള്ളൂ. അങ്ങനെ ഈ തോപ്പ് കണ്ടപ്പോ അയാൾ വാങ്ങാൻ നിശ്ചയിച്ചു എന്നാണ്. അങ്ങനെ മാലക്കാരൻ പറയാണ്, എന്ത്? ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോപ്പ് അയവിലക്ക് തരുമോന്ന് കേട്ടോവർ ദുനിയാവിലുള്ള മൂതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായ 4 സുവർക്കം കൊടുത്തോവർ. ഔലിയാക്കന്മാരെ കുറിച്ച് പറയണേ. റിഫായി ഷെയ്ഖ് നടക്കുമ്പോ ഈ കശുവണ്ടി തോട്ടം കണ്ടു. അങ്ങനെ റിഫായി ഷെയ്ഖിന് പുതിയ ഇസ്മായിലിക്കടക്കം വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് തോട്ടം വേണം. അപ്പോ ഇസ്മായിലിക്കാക്ക് അറിയാം, ഇസ്മായിലിക്ക ആ വിളവനാ. കാരണം റിഫായി ഷെയ്ഖ് ആഗ്രഹിച്ച കൊണ്ടേ പോകണമെന്ന് അറിയാം. അവന് മുതലാക്കി, എനിക്ക് ദുനിയാവിലുള്ള 5 പൈസക്ക് ഞാൻ തരൂല, ദുനിയാവിലുള്ള പൈസക്ക് തരൂല, ദീനാറോ ദിർഹമോ രൂപയൊന്നും തന്നിട്ട് കാര്യമില്ല, അതിനൊക്കെ അപ്പുറത്ത് ഔട്ടായിട്ടുള്ള സാധനം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് റിഫായി ഷെയ്ഖ് ആലോചിച്ചു, എന്താ ഇപ്പോൾ ഉള്ളത്? ഉമ്മാന്റെ വയറ്റിൽ 4 സ്വർഗം കിട്ടിയിട്ടുണ്ട്, ആ നേരെ ഇസ്മായിലിക്കാക്ക് കൊടുത്തു എന്ന്. ഇതാ മാലക്കാരൻ പറയണത്. ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ആളുകൾ ഇതൊക്കെ പണ്ടേ ഉപേക്ഷിച്ച് പോയതാ മൗലവി, ഇപ്പൊ ആരും അതുണ്ടാവൂല. പക്ഷെ പുരോഹിതന്മാർ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കഥ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ പറയാണ്. ഏത്? റിഫായി ഷെയ്ഖ് സ്വർഗം വിറ്റ കഥ കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട്. ഇത് പറയുമ്പോൾ ആളുകൾ പറയും അങ്ങനൊന്നും ഉണ്ടാവൂല, വെറുതെ പറയാണ്. കേട്ടോളൂ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. സഹോദരന്മാരെ, ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയ ദിവസമാണ്. വിഷയം കുറെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെയും മറ്റന്നാളും പറയാം. ബറക്കത്തിനൊരു ചരിത്രം പറയുകയാണ്. വലിയ മഹാനും വലിയ കറാമത്തുമുള്ള ആളാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് അതാ വരുന്നു. ഉവൈന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഖതീബ്, പള്ളിയിലെ ഖതീബാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, വലിയ ഷെയ്ഖാണ് ജമാലുദ്ദീൻ, ഷെയ്ഖ് ജമാലുദ്ദീൻ വന്ന് പറയുന്നു, ഓ അഹ്മദുൽ കബീർ റിഫായി, എന്റെ തൊട്ടടുത്ത വീട്ടില് അതാ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാനുണ്ട്. എന്റെ തൊട്ടടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു 1-ാം നമ്പർ തോട്ടമുണ്ട്, എന്റെ അടുത്ത തോട്ടമാണ്. ആ തോട്ടമൊന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു. ഞാനതിന് വില പറഞ്ഞിട്ട് അയാൾ വിൽക്കുന്നില്ല. ഷെയ്ഖ് അവറുകളൊന്ന് എന്റെ കൂടെ വന്നിട്ട് ആ തോട്ടമൊന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം, വില കൊടുക്കാം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവർ ആ മഹാനെ കാണാൻ, ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇമിനെ കാണാൻ അങ്ങോട്ട് ചെന്നു.
നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം, കേശ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറഞ്ഞു, അതിന് എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശൈഖേ. എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടി പറഞ്ഞു, നിങ്ങളാ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നത്, നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ചു തരാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനത് ശൈഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം, പക്ഷേ ഞാൻ പറയുന്ന വില തരണം. ഓ, നീ പറയുന്ന വില തന്നേക്കാൻ പറഞ്ഞോളൂ. ഉടനെ തന്നെ ശൈഖ് ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു, അത്ലുബു മിന്നി, അതേ സയ്യിദി തസ്തരീഹി മിന്നി ബിഖസ്രിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. ദുന്യാവിലെ പണം എനിക്ക് വേണ്ട, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാം. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയവിലേക്ക് തരുമോന്ന് കേട്ടോവർ, ദുന്യാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. അതേ റിഫായി മാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ സൂചന. കണ്ടോ? അപ്പോ ഔലിയാക്കന്മാരെ കുറിച്ചാ പറയുന്നത്. സ്വർഗം കൊടുത്തിട്ട് എന്ത് വാങ്ങി? ഈ തോട്ടം വാങ്ങി. എല്ലാരും തോട്ടം കൊടുത്ത് സ്വർഗം വാങ്ങുക. ദുനിയാവിലുള്ള തോട്ടം കൊടുത്തിട്ട് ഒരു സദഖ ചെയ്തിട്ട് ഒരു സ്വർഗം വാങ്ങണം. ഇത് നേരെ സ്വർഗം കൊടുത്തിട്ട് തോട്ടം വാങ്ങിയെന്നാ. അപ്പോ ഇങ്ങനെ റിഫായി ശൈഖ് ചെന്ന് സംസാരിച്ചിട്ട് അയാൾ ഇങ്ങനെ സ്വർഗം വേണമെന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തായി? കച്ചവടം അടിച്ചു എന്നാ പറഞ്ഞത്. കച്ചവടം അടിച്ചു. വെറുതെ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ, ഞാൻ പാടുന്നില്ല, അദ്ദേഹം പറയട്ടെ. അഹ്മദുൽ കബീർ റിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു, ഇസ്മായിൽ ഖദിസ്തറൈതു മിങ്കൽ ബുസ്താന ബിമാ തലബ്ത, കച്ചവടം അടിച്ചു. സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും, ഞാൻ വിൽപ്പന ഉറപ്പിച്ചു. കണ്ടോ എന്ത് എളുപ്പമാണ്. ഒരു തോട്ടം കേട്ടെങ്കിൽ ഇരുന്നാ മതിയല്ല. ഏയ് എന്നിട്ട് കച്ചവടം അടിച്ചു, ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് കാര്യമായോ? അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിച്ചിട്ട് ആധാരം ചെയ്യണമല്ലോ. ഇപ്പൊ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ചാലോ? അങ്ങനെ ആധാരം ചെയ്യണമല്ലോ. ആധാരം ചെയ്തു. സ്വർഗത്തിന് ആധാരേ. സുബ്ഹാനല്ലാഹ്, എത്ര രൂപയുടെ മുദ്രപ്പുറ മേടിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അത് സ്വർഗത്തിനൊക്കെ അല്ലേ, അപ്പൊ വല്ല വില ഉണ്ടാവും. അപ്പൊ ആധാരം ചെയ്തു എന്ന് അദ്ദേഹം പറയാം. ഞാൻ വെറുതെ പറയല്ല, അദ്ദേഹം വായിക്കട്ടെ, പറയട്ടെ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഏറ്റെടുത്തു, സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുഅല്ലിം റളിയല്ലാഹു അൻഹു മറുപടി, പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിൽ തരളും. നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതിയെങ്കിൽ തരളും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി വന്ന് കടലാസ് കൊണ്ടുവാ. കടലാസ് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ വസ്തറാ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം മിനൽ അബ്ദുൽ ഫഖീർ അൽ ഹഖീർ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ളാമിനൻ ലഹു അലാ കറമില്ലാഹി തആല ഖസ്റൻ ഫിൽ ജന്ന തഹഫുഹു അർബഅതു ഹുദൂദിൻ അൽ-അവ്വൽ ഇലാ ജന്നത്തി യദിൻ നസാനി ഇലാ ജന്നത്തിൽ മഅവാ അസ്-സാലിസു ഇലാ ജന്നത്തിൽ ഖുൽദി അർ-റാബി ഇലാ ജന്നത്തിൽ ഫിർദൗസ് ബിജമീ ഹൂരിഹി വബിൽദാനിഹി വഫുർശിഹി വഉസ്റതിഹി വനാരിഹി വഅസ്ജാരിഹി വബുസ്താനിഹി ഫിദ്ദുനിയ വല്ലാഹു ലഹു ശാഹിദു വഖഫീ. ഇക്രിമത്തിന്റെ വാചകമാണ്. ബിസ്മില്ലാഹ് എഴുതിയതിനു ശേഷം എഴുതുന്നു, പാവപ്പെട്ട സാധുവായ ഹഖീറായ ഫഖീറായ അടിമയായ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നമിൽ നിന്ന് വാങ്ങുന്നു. അതേ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത്. അതിന് 4 അതിരുകളുണ്ട്. ജന്നത്ത് അതിനുണ്ട്, ജന്നത്തുൽ മഅവയുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ആ മാളികയിൽ ഹൂറുല്ലിങ്ങളുണ്ട്. ആ മാളികയില്ലതാ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്. ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഇതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇതിന് ജാമ്യക്കാരനാണ്. ഈ എഴുതി കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. എഴുതി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കട്ടെ, എത്ര പ്രയാസപ്പെട്ട ആധാരത്തിന്റെ കോപ്പി ഉപരി വായിച്ചു തീർത്തത്. കാരണം ഒറ്റ പോയിന്റ് വിട്ടിട്ടില്ല. സ്വർഗത്തിന്റെ അതിര്, അവിടുത്തെ ഹൂറികള്,
കുട്ടികള്, നദികള്, പുഴകള്, മരങ്ങള് ഒന്നും പുറത്തു പോയിട്ടില്ല, ഔട്ടായിട്ടില്ല. എല്ലാ ആധാരത്തിൽ കൃത്യമായിട്ട് എഴുതി പിടിപ്പിച്ചു. എന്നിട്ട് ഈ കളവ് മുഴുവൻ പറഞ്ഞിട്ട് മൂപ്പര് അള്ളാഹ് സാക്ഷി ചെയ്തു. ഈ കളവ് മുഴുവൻ പറഞ്ഞിട്ട് അള്ളാഹ് സാക്ഷി, പടച്ചവന്റെ പേരും പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നാ. ഇതൊക്കെ രസം. അതുകൊണ്ട് അവസാനിച്ചില്ല. ആര് റിഫായ് ഷെയ്ഖ് കഷ്ടപ്പെട്ടാണ് ഉമ്മയുടെ വയറ്റിൽ നിന്ന് സ്വർഗം വാങ്ങി. അത് ദുനിയാവിൽ കൊണ്ടുവന്ന് ഇസ്മായിലിക്ക് അടിച്ചു മാറ്റി. ഇനി റിഫായ് ഷെയ്ഖിന്റെ തരീക്കത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. കാരണം ഉള്ളത് കളഞ്ഞിട്ടുണ്ട് ഷെയ്ഖ്. ഇനി നമ്മൾ വിചാരിക്കുമ്പോൾ ഇസ്മായിലിക്ക് ഏതായാലും കോൾ അടിച്ചെന്ന് പറ്റൂല. കാരണം ഇസ്മായിലിക്ക് സ്വർഗമൊക്കെ വാങ്ങി ആധാരത്തിന്റെ കോപ്പിയായിട്ട് പറമ്പിൽ ചെന്നപ്പോൾ മക്കൾ പറഞ്ഞു പറ്റൂല, ഞങ്ങൾക്കും കൂറ് വേണം. അങ്ങനെ നേരെ ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയാണ്. തോട്ടത്തിൽ ചെന്നപ്പോ മക്കൾ പറയാൻ ഞങ്ങൾക്കും കൂറ് വേണമെന്ന്. കേട്ടോളൂ. അപ്പൊ തന്നെ സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ? നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് മക്കൾ ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞു, വരൂ മക്കളെ എല്ലാരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ. ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല ബാപ്പാ, അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരം ഉണ്ടാകേണ്ട തോട്ടമാണ് ഇത്, ബാപ്പ എന്നെങ്ങനെ വിറ്റത്? ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിൽ മാളിക കിട്ടിയിട്ട് വിറ്റതാ, തന്നത് ചില്ലറക്കാരനല്ല, സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി അള്ളാ തരുമെന്ന് മൂപ്പരേറ്റെടുത്തതാണ്, അങ്ങനെ വിറ്റതാണ്. ഉടനെ തന്നെ മക്കൾ പറഞ്ഞു, എന്നാ ബാപ്പാ ഞങ്ങൾക്കും അതിൽ കൂറുകളും കണ്ടോ, ഞങ്ങൾക്കും കൂറ് വേണം എന്നാ. അവൻ മക്കൾക്കുള്ള കൂറ് ആരെഴുതി കൊടുക്കണോ? ആധാരത്തിൽ തിരുത്തു വരുത്തിയിട്ട് ഈ പറഞ്ഞ ഇസ്മായിലിക്ക് എഴുതി കൊടുക്കണം. അപ്പൊ ഇസ്മായിലിക്കാക്ക് എഴുതി കൊടുക്കാനുള്ള വകുപ്പില്ല എന്നാ. അവസാനം ഇസ്മായിലിക്ക് എവിടെ പോയിട്ട് എഴുതി കൊടുത്തു എന്നാ? ഖബറിൽ പോയിട്ട് എഴുതി കൊടുത്തുന്നാ. ഖബറിൽ പോയിട്ട് ആധാരത്തിന്റെ കോപ്പി എഴുതിയിട്ട് ഖബറിന്റെ പുറത്ത് വെച്ച് കൊടുത്തു. ഖബറിൽ കിടക്കുന്ന ആള് ഖബറിന്റെ പുറത്ത് വെച്ച് കൊടുത്തു. ഞാനല്ല പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അള്ളയാണ് നമ്മൾ പറയുന്നതിന് മുഴുവനും ഏറ്റെടുക്കുന്നവൻ, നിങ്ങൾക്കും കൂറാണിത്. എല്ലാവർക്കും തൃപ്തിപ്പെട്ടുപോയി. ഖത്തീബ് ജമാലുദ്ദീൻ റഹിമഹുല്ലാ തോട്ടം കൈവശത്തിൽപ്പെടുത്തി. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ്. മക്കളതായി മഹാനായ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം റളിയല്ലാഹു അൻഹു മക്കളോട് വസിയത്ത് ചെയ്ത്, ഞാൻ മരിച്ചാൽ അഹ്മദുൽ കബീർ റിഫായി എന്ന എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ചെയ്യണം കേട്ടോ. മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവ് ചെയ്തതിന് ശേഷം അത് മറവ് ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കഫൻ ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ്, കത്ത് ആ കഫൻ തുണിയിൽ വെച്ച് മറവ് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ ഗദി, പിറ്റേ ദിവസമായപ്പോ ഈ മക്കൾ സിയാറത്തിന് വേണ്ടി ബാപ്പന്റെ കബറും വെറുത്തുപോയി. ചെന്ന് നോക്കുമ്പോ വജദു അലാ ഖബ്രിഹി മക്തൂബൽ, ആ കബറിന്റെ മുകളിലൊരു എഴുത്ത് കാണുന്നു. എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് കാണാം, ദുനിയാവിലുള്ള മുതലെന്നിന് വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. 4 സ്വർഗം അതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു. മവഅദിനും ഫിർദൗസ് ഖുൽദിനും മർഹത്തവർക്കന്ന് ഖുദ്റത്തിൽ വന്നോവർ. മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. കത്തെടുത്ത് കൊണ്ടുവന്ന് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കൊടുത്തു. അത് പൊളിച്ച് വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലുള്ളത് ഖുർആനിൽ നിന്നൊരായത്താണ്. ആയത്തിന്റെ ഭാഗമാണ്. ആയത്തെന്താണ്? ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടി കൊടുത്താൽ അല്ലാഹ് സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ. ആ റബ്ബ് അവന്റെ വാഗ്ദത്വം ഹഖായ നിലക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതറിയിക്കുന്ന കത്താണ്. ആ കത്താണ് എടുത്തുകൊണ്ടുവന്ന് ശൈഖിന്റെ കയ്യിൽ കൊടുത്തത്. മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. ബാക്കിയില്ല. അല്ല, ബാക്കി എന്താ അറിയോ?
ആ കത്തോട്ടൊന്ന് റിഫായ് ഷെയ്ഖിനെ കൊടുത്തപ്പോൾ റിഫായ് ഷെയ്ഖ് ആ സ്വർഗം 4 ആക്കിയിട്ട് മക്കൾക്ക് 400 കൊടുത്തുതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇസ്മായിലിക്കായും പ്രയാസത്തിലായി, മക്കളത് വീതിച്ചെടുത്തു എന്നാ. ഈ കഥ കരഞ്ഞിട്ട് പറയാ ജനങ്ങളോട്. ഖുർആനിൽ ആയത്തടക്ക് കേട്ടാണ്. ഇങ്ങനെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അബദ്ധവിശ്വാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തിരികെ വിടുകയാണ്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഗൗരവമുള്ള വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും ഈമാൻ ചൂഷണം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമ്മുടെ സഹോദരങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കപ്പെടുന്ന വിഷയമാണ്. ഇതൊക്കെ വേറൊരു വിശദീകരണം നൽകി ജനങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? മറ്റൊരു വിശദീകരണം തരേണ്ട കാര്യമുണ്ടോ? വളരെ പച്ചയായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു പൗരോഹിത്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ വിതക്കുന്ന വിനകൾ എന്തൊക്കെയാണ് എന്ന്. അതുകൊണ്ട് അവസാനിച്ചില്ല വിശുദ്ധ റമളാൻ. ആ റമളാനിലെ 27 രാവ് അതുപോലും ഇവർ കൊള്ളയടിച്ചു ഇല്ലേ? 27 രാവ് പോലും കൊള്ളയടിച്ചു, സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു. ഞാൻ വെറുതെ പറയുന്നില്ല, കേട്ടോളൂ നിങ്ങൾ അതിന്റെ റിപ്പോർട്ട്. ഒരു പ്രാർത്ഥനാ സമ്മേളനമാണ് മലപ്പുറം മദീന്റെ സോലത്ത് സമ്മേളനം. എല്ലാ വർഷവും റംസാൻ 27 രാവിൽ നടക്കാറുള്ള ഈ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27 രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ഇബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അവ ചെറിയ നിസ്സാരക്കാരനല്ല, ഖുലീൽ ഇബുഖാരിയാണ്, മൂപ്പരാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് വാർത്തല് കൃത്യമായിട്ട് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 27 രാവിലെ എന്താ ചെയ്യേണ്ട? ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് പോയി കളി റമളാൻ 27 രാവിലെ എന്താ ചെയ്യണം മോനെ? പള്ളിയിൽ പോയി ഇത്തിക്കാഫിരിക്കണം. ഇതറിയാത്തവരുണ്ടോ? ഇത് മനസ്സിലാകാത്തവരുണ്ടോ? ഇതറിയാത്ത ആരാ ഉള്ളത് ലോകത്ത്? ഇതറിയാൻ ഒരു പണ്ഡിതനാകണോ? വേണ്ട, ഏതൊരു സാധാരണക്കാരനും അറിയാം. ആ 27 രാവിലെ പോലും പാടത്തേക്ക്, കട്ടപ്പാടത്തേക്ക് കൊണ്ടുപോവാണ്, മുട്ടിപ്പടിയിലേക്ക്. അതിനെ പെട്ടിപ്പടി എന്ന് പേരറിയാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി മനുഷ്യന്മാരവിടെ ചെന്നിട്ട് എന്നിട്ട് ആ കട്ടപ്പാടത്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ശുദ്ധമായ തട്ടിപ്പ്. റമളാനിലെ 27 രാവ് ആളുകൾക്ക് അല്പം പേടിയും ഭയവും പടച്ചോലിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ റമളാൻ മാസം, പ്രത്യേകിച്ച് അവസാന സമയം, ആ അവസാനത്തെ 10. ആ രാത്രി വിശുദ്ധ റമളാനിലെ 27 രാവിലെ പാതിരാത്രി കുത്തിയിട്ട് തട്ടിപ്പ് നടത്തണമെങ്കിൽ ഇവരുടെയൊക്കെ വിശ്വാസവും ഈമാനും എത്ര അപകടത്തിലാണെന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രല്ല, അഹ്ലു ബൈത്തിന്റെ പേരിലടക്കം തട്ടിപ്പ്, നബി കുടുംബത്തിന്റെ പേരിലടക്കം തട്ടിപ്പ്. ഈ 27 രാവിന് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ആളുകളെ പാടത്തേക്ക് വിളിക്കാനുള്ള പരിപാടി തുടങ്ങിയ ആള്, അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് ഈ പറഞ്ഞ പോലെ ഖലീലുൽ കോരി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. സംഗതി ഇതിങ്ങനെ വല്ലാതെ ബേജാറായപ്പോ ആളുകൾ പോയി അന്വേഷിക്കാൻ തുടങ്ങി. ഇയാൾ എവിടെയാ പഠിച്ച്? അപ്പൊ ആന്ധ്രോത്തുകാരനാണ്. കൂരുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി 27 രാവിലെ പണി തുടങ്ങിയ ആ തങ്ങളെ പറ്റിയിട്ട് അന്വേഷിച്ചു പോയി. അവസാനം അന്വേഷിച്ച് ചെന്നപ്പോ സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴാണ് ഇയാളി പറഞ്ഞ് ഈ പിന്നെ നമ്മുടെ കന്യാകുമാരിൽ നിന്ന് വിട്ടാല് കാസർഗോഡ് എത്തണ അത്രയും നീണ്ട പേരൊന്നും ഇല്ല ഇയാൾക്ക്. ഒറിജിനൽ പേര് നല്ലകോയ എന്നാണ്. തങ്ങളുമല്ല, നല്ലകോയ. ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് കാണുന്നത് ഈ തങ്ങളെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ 27 രാവിലെ ആളുകളെ പിഴയണ ആ തങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്തു കൊടുത്തു. നല്ല കോയ അതിലുള്ളത്. ഒരു പ്രാവശ്യം ദ്വീപിൽ ഈ ക്ലിപ്പ് ഇട്ടപ്പോ ആ നാട്ടിലെ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ നല്ലപ്പയാണല്ലോ. കാരണം അവിടെ നല്ലപ്പ എന്ന മൂപ്പറുടെ പേര്. എന്നിട്ട് കേരളത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ സജീവമായ സാന്നിധ്യമാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ, സുന്നിയുടെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ വരവ് ചേർത്തുകൊണ്ട് വ്യക്തമായ ചൂഷണം. എത്രത്തോളം ആ ചൂഷണത്തിന്റെ മറ്റൊരു മുഖം, ആ മുഖം നമ്മളല്ല പറയുന്നത്, നേരെ മറിച്ച് സമസ്തക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളൂ.
ഇദ്ദേഹത്തിന്റെ 27 രാവിൽ നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു മുഖം. നല്ല കോയയുടെ നാടകം കളിയുടെ മറ്റൊരു മുഖം കാണുക. ഇക്കഴിഞ്ഞ റമദാനിലെ 27 രാവിലെ പ്രസംഗ സദസ്. നമ്മൾ എഴുതല്ല, ഇത് സമസ്തക്കാർ തന്നെ പുറത്തിറക്കുന്ന കേരള നാടാണ്. എന്താ പറയുന്നത്? 27 രാവിലെ പ്രസംഗ സദസ്. ഏതാണ്ട് 1000-ലധികം ആളുണ്ട് ഹാളിനകത്ത്. സമീപത്ത് നിർമ്മിക്കുന്ന വിഘടിതരുടെ ഓഫീസ് കെട്ടിടത്തിന് ഫണ്ട് സ്വരൂപിക്കലാണ് അന്നത്തെ പ്രധാന പരിപാടി. നിറഞ്ഞ സദസ്സിന്റെ മുന്നിൽ ഇയാളുടെ മിമിക്രി തുടങ്ങി. കരച്ചിലും പിഴിച്ചിലും ചരിത്രവും പാരമ്പര്യവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ആകെ കൂടി സ്വർഗം തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ ആക്കി നിർത്തിയിരിക്കുന്നു. കണ്ണീർ ഊറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മുഖങ്ങൾ. വിഘടിത ഓഫീസ് ഉണ്ടാക്കാൻ സ്വർണം സംഭാവന ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള സ്വർഗത്തിന്റെ ടിക്കറ്റുകളെല്ലാം മേശപ്പുറത്ത് റെഡി. സിദ്ധന്റെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ ആകാശത്തോളം കയറുന്നു. സദസ്സിൽ നിന്നുള്ള സംഭാവനകൾ വാങ്ങാൻ ബക്കറ്റ് പിരിവുകാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ സദസ്സിൽ നിന്ന് ഒരു പർദ്ദക്കാരി എഴുന്നേറ്റ് നിന്ന് തന്റെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങൾ ഒന്നൊന്നായി ഊരി ബക്കറ്റിലേക്ക് ഇടുന്നു. കൂടിയവരെല്ലാം ഈ രംഗം കണ്ട് വിഴിച്ചു നിൽക്കുന്നു. പിന്നെ താമസിച്ചില്ല. പെണ്ണുങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ബക്കറ്റിലേക്ക് ഇടുവാൻ ബന്ധപ്പെടുന്നു. ആ രംഗം ഇവിടെ അങ്ങനെ അവസാനിക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ആദ്യമിട്ട സ്ത്രീ സിദ്ധന്റെ ഭാര്യ തന്നെയാണെന്നും ഇത് ഇവർ നേരത്തെ പറഞ്ഞുറപ്പിച്ച നാടകമാണെന്നും. പാവം പെണ്ണുങ്ങൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 27 രാവിലെ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തം ഭാര്യ ചട്ടം കെട്ടുക, ഞാൻ ബക്കറ്റ് കൊടുത്തു വിടും, അപ്പൊ ആദ്യം നീ എണീറ്റ് നിന്റെ കഴുത്തിലും കാതിലും കയ്യിലൊക്കെ ഉള്ള ഊരി ബക്കറ്റിലേക്ക് ഇടുക, അവൻ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന്. ഈ സ്ത്രീയുടെ ഇഖ്ലാസ് കണ്ടിട്ട് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഉള്ളതൊക്കെ അഴിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഭാര്യ വീട്ടിൽ ചെല്ലും, വാങ്ങിയെടുക്ക്, എൻ്റെ നിങ്ങെടുക്കുക, അത് തിരിച്ചു വാങ്ങുക. ഇങ്ങനെ വളരെ വ്യക്തമായ തട്ടിപ്പ് അതുവരെ നടത്തി എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ വികലാംഗനായി അഭിനയിപ്പിച്ചു കൊണ്ടുവന്ന് ആ വികലാംഗരെ സദസ്സിലേക്ക് വിളിച്ചേറ്റി 2 വലിയൊക്കെ വലിച്ച് എന്ന് ഊതിക്കഴിഞ്ഞപ്പോ വികലാംഗ എല്ലാം മാറി, അയാൾ ചാടി പോയി, ഓടിപ്പോയി. അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ മാന്യ സഹോദരങ്ങൾ ഈ ദീനിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ നടത്തുക. എന്നിട്ട് ഒരു സാധാരണക്കാരൻ അള്ളാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്ന ഒരാൾ ചോദിക്കുക, അല്ല ഉസ്താദെ 27 രാവിലെ ഇങ്ങനല്ലല്ലോ നമ്മൾ പഠിച്ചത്, പള്ളിയിലല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിഫത്ത്, പേരല്ല സിഫത്ത്, താജുൽ ഉലമ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ കിരീടം എന്നാണ്. അദ്ദേഹം നൽകുന്ന മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തിനാ 27 രാവിലെ ഈ പാടത്തേക്ക് വന്ന് ഈ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങളെ മുഴുവൻ ഈ കട്ടപ്പാട് ഒരുമിച്ച് കൂട്ടിയതെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. കുറെ കൂട്ടഞ്ഞ് പറയും, ഇത് 27 പള്ളിയിൽ ഏത്തിക്കാപ്പിരിക്കുന്നത് മുടക്കണ പണിയല്ലേ ഏട്ടാ, അങ്ങോട്ട് പാടാൻ മസാല ചോദിക്കാനുണ്ടെങ്കിലോട് പറയും, വിവരമുള്ളവരോടൊന്ന് പറയാം. അപ്പം ഞാൻ മറുപടി പറയും, ഈ ഇത്തിക്കാപ്പിരിക്കുന്ന ആളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നമ്മൾ വിളിച്ചാൽ പേര് നേരെ മറിച്ച് ഇത്ര സമയം ഒരു ആറാമലല്ലാതെ ഒരു ഇൽമിൻ്റെ മജലിസിൽ ഇരിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. കണ്ടോ? ഈ ഇത്തിക്കാഫിരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടെന്ന് അവർ വരും ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആരാ? ഇത്തിക്കാഫിരിക്കാത്തവരാണ്. ആ സ്റ്റേജിൽ ഇരിക്കണ ആരാ? താജുൽ ഉലമ ഇത്തിക്കാഫിരിപ്പില്ല. അതിനിപ്പുറത്ത് അഖിലേന്ത്യാ നേതാവ് അപ്പുറത്തുണ്ട്, അവർക്കൊന്നും ഇത്തിക്കാഫില്ല. പിന്നെ ആർക്കാ ഇത്തിക്കാഫ്? ഈ പണ്ഡിതന്മാര് മുഴുവൻ സ്റ്റേജിലുണ്ട്. താജുൽ ഉലമയുണ്ട്, ഖമറുൽ-ഉലമയുണ്ട്, അതിനിപ്പോഴുള്ള തങ്ങളുണ്ട്, ഷെയ്ഖുണ്ട്, ബീവിയുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇത്തിക്കാഫിരിപ്പില്ല. ഇത്തിക്കാഫിരിക്കണമെന്ന് നമ്മൾ വിളിച്ചാൽ വരൂല, നമ്മളൊക്കെ ഇത്തിക്കാഫിരിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ മാന്യ സഹോദരങ്ങളെ, കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ചില ഭാഗങ്ങളാണ് വിശദീകരിച്ച്, ഇനി ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതുണ്ട്. സംരക്ഷണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കാരണമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ, ആ ദീൻ നിലനിർത്തുമ്പോൾ അത് എന്നിലൂടെ അതിന്റെ ഭാഗവാക്കായി നിന്നുകൊണ്ട് ഈ ദീനിന്റെ സംരക്ഷണം എന്നിലൂടെ നിർവഹിക്കണമെന്നൊരാഗ്രഹം, അതിനുവേണ്ടി ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, അതിനായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബേ, ഈ ദീൻ കൃത്യമായി സ്വീകരിക്കുവാനും ആ ഇസ്ലാമിന്റെ നേരായ മാർഗം പഠിക്കുവാനുമുള്ള തൗഫീഖ് എനിക്ക് തരണം, നേരായ വഴി കണ്ടു ജീവിക്കാനുള്ള തൗഫീഖ് എനിക്കുണ്ടാകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം പൗരോഹിത്യം അതിന്റെ എല്ലാ നിലക്കുമുള്ള അടവുകൾ പയറ്റിക്കൊണ്ട്
മുസ്ലിങ്ങളുടെ ഈമാൻ ചോർത്തിക്കളയുവാൻ, വിശ്വാസത്തെ ഹനിക്കുവാനുള്ള വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാമിന് അന്യമായ വികൃതമായ ആശയങ്ങൾ ഇസ്ലാമിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടും അവരുടെ വിശ്വാസത്തെ കൊള്ളയടിച്ചുകൊണ്ടും പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, റബ്ബിന്റെ ഈ ദീൻ നിലനിൽക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവ നിലയിലും സഹകരിച്ചുകൊണ്ട് മുന്നേറേണ്ടത് നമ്മുടെ ആവശ്യമായി, ബാധ്യതയായി മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തിൽ അണിചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോർട്ടിൽ ഞാനും നിങ്ങളും ഹാജരാകും. ആ കോർട്ടിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോൾ നമുക്കെതിരായി അന്ന് ഖുർആൻ സംസാരിക്കുന്ന, സുന്നത്ത് സംസാരിക്കുന്ന, പ്രവാചകൻ സംസാരിക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അബദ്ധ വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുമാറാകട്ടെ. നാഥ, ഈ പൗരോഹിത്യത്തിന്റെ എല്ലാവിധ വലയത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള, അന്ധകാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് ഈ സമൂഹത്തിന് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീൻ അത് നിലനിർത്തുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ പരീക്ഷണങ്ങളെയും അതിജയിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും, അസത്യം അസത്യമായി മനസ്സിലാക്കിയത് വർജിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ എല്ലാവരെയും നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ എല്ലാവരെയും നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പാപങ്ങൾ ഒരുപാട് ചെയ്തവരാണ്, അതിക്രമങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചവരാണ്, അന്യായങ്ങൾ പ്രവർത്തിച്ചവരാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ സർവമാന പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ത്വയ്യിബായി പരിശുദ്ധരായി നിന്നിലേക്ക് മടങ്ങുന്ന മുത്തക്കുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങളാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് അനുകൂലമായി ഇഹത്തിലും പരത്തിലും വർത്തിക്കുന്ന മക്കളായ ഞങ്ങളുടെ മക്കളെ നീ വളർത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.